നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി ജില്ലാതല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് യു പി സ്കൂളിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളം നേടിയത് അസൂയാവഹവും അഭിമാനകരവുമായ നേട്ടമെന്ന് മന്ത്രി. അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കുന്നുവെന്ന് ആരോപിച്ച് സ്കൂളിൽ രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെയും പ്രതിഷേധം. കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെ വിമർശിച്ച ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു. ഇടുക്കിയിൽ ഭൂരിപക്ഷം MLA-മാരും ഒപ്പം ജില്ലാ പഞ്ചായത്തും ഭരിച്ചിരുന്ന കോൺഗ്രസിന് അത് നഷ്ടപ്പെടാനുള്ള കാരണം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സീറ്റ് വീതം വെച്ചത്. വേണ്ടപ്പെട്ടവർക്കായി സീറ്റ് വീതം വെച്ചത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നും CP മാത്യു. കാലവർഷം നേരത്തെ എത്തിയതോടെ ഇടുക്കിയിലെ അണക്കെട്ടുകളും ജലസമൃദ്ധം. നിലവിൽ ഇടുക്കിയും മുല്ലപ്പെരിയാറും ഉൾപ്പെടെയുള്ള പ്രധാന അണക്കെട്ടുകളിലും ചെറുകിട അണക്കെട്ടുകളിലുമുള്ളത് മുൻ വർഷത്തിൽ ഇതേ സമയം ഉണ്ടായിരുന്നതിനേക്കാൾ വെള്ളം. അതിതീവ്ര മഴ മാറി മാനം തെളിഞ്ഞെങ്കിലും ഇപ്പോഴും ജലസംഭരണികളിലേക്ക് നീരൊഴുക്ക് തുടരുന്നു. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെ അനധികൃത പാർക്കിങ്ങിന് തടയിടാൻ പോലീസിന് കത്ത് നൽകി നഗരസഭ അധികൃതർ. കത്ത് നൽകിയത് അനധികൃത പാർക്കിംഗ് ഗതാഗത തടസ്സത്തിനും നിരവധി അപകടങ്ങൾക്കും കാരണമാകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി. വിശദമായ വാർത്തകൾ. പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളം നേടിയത് അസൂയാവഹവും അഭിമാനകരവുമായ നേട്ടമാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂളിൽ ജില്ലാതല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കമ്പ്യൂട്ടർ പഠനവും AI അധിഷ്ഠിത വിദ്യാഭ്യാസവും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പകർന്നു നൽകുന്ന മാതൃകാപരമായ വിദ്യാഭ്യാസ ശൈലിയാണ് കേരളം പിന്തുടരുന്നതെന്നും മന്ത്രി പറഞ്ഞു. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂളിലാണ് ജില്ലാതല പ്രവേശനോത്സവം നടന്നത്. 5000 കോടി രൂപയാണ് സ്കൂളുകൾ നവീകരിക്കുന്നതിനായി സർക്കാർ ചെലവഴിച്ചത്. വിവിധ സ്കൂൾ കെട്ടിടങ്ങൾക്കായി 5 കോടി, 2 കോടി, 1 കോടി എന്നിങ്ങനെ തുക മുടക്കി നവീകരിച്ച ഹൈടെക് ക്ലാസ് റൂമുകൾ സജ്ജമാക്കി. സുരക്ഷിതവും ആനന്ദകരവുമായ വിദ്യാഭ്യാസമാണ് കുട്ടികൾക്ക് പ്രദാനം ചെയ്യുന്നത്. കമ്പ്യൂട്ടർ പഠനവും AI അധിഷ്ഠിത വിദ്യാഭ്യാസവും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പകർന്നു നൽകുന്ന മാതൃകാപരമായ വിദ്യാഭ്യാസ ശൈലിയാണ് കേരളം പിന്തുടരുന്നതെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. മിടുക്കരായി പഠിക്കണം, സമർത്ഥമായി നേടണം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം. പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലെ സ്കൂളുകൾ പഴയതുപോലെയല്ല. ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകൾ സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളാണ്. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വലിയ മാറ്റങ്ങൾ. 5000 കോടി രൂപയാണ് സ്കൂൾ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം ഗവൺമെൻറ് ചെലവഴിച്ചത്. 5 കോടിയും 3 കോടിയും 1 കോടിയും എല്ലാം മുടക്കി പഴയകാല സങ്കല്പങ്ങളിൽ നിന്ന് നമ്മുടെ സ്കൂളുകളെല്ലാം ഹൈടെക് സ്കൂളുകളായി, ക്ലാസ് റൂമുകളായി മാറി. ഓടിട്ട, ഓലമേഞ്ഞ, ഷീറ്റിട്ട, തറമെഴുകിയ കെട്ടിടങ്ങളെല്ലാം പോയി. സുരക്ഷിതമായ വിദ്യാഭ്യാസം, പഠിക്കുവാൻ കുട്ടികൾക്ക് ആനന്ദവും ആഹ്ലാദകരവുമായ ക്ലാസ് മുറികൾ, നല്ല കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കാലാനുസൃതമായ മാറ്റം അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തന ശൈലി ആരംഭിച്ച ഒരു സംസ്ഥാനമായി കേരളം മാറുക. ഇത് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്. സർവകലാശാലകളും കോളേജുകളുമെല്ലാം ആ അക്രഡിറ്റേഷനിൽ വലിയ നേട്ടം കൈവരിച്ചു. രാജ്യത്തെ 100 കോളേജുകളെടുത്ത് പരിശോധിച്ചാൽ അതിലെ പ്രധാനപ്പെട്ട 16 കോളേജുകളുടെ സ്ഥാനത്ത് കേരളം നിൽക്കുക. 200ന്റെ സ്ഥാനത്തേക്ക് വന്ന 46 കോളേജുകൾ കേരളത്തിലാണെന്നുള്ളത് സവിശേഷതയോടെ കാണണം. കേരളത്തില് ലോകത്തിൽ ആരംഭിച്ച ഡിജിറ്റൽ സർവകലാശാല ആരംഭിക്കാൻ കഴിഞ്ഞ സംസ്ഥാനമായി മാറി. ലഹരി കേസുകൾ ആശങ്കയുളവാക്കുന്നുണ്ടെങ്കിലും ലഹരി വ്യാപനത്തിനെതിരെ പോലീസ് ജാഗ്രത പാലിക്കുന്നുണ്ട്. ലഹരിക്കെതിരെ ജില്ലാ പോലീസ് നടപ്പാക്കുന്ന ക്യാമ്പസ് ബീറ്റ്സ് പദ്ധതി പ്രകാരം ജില്ലയിലെ എല്ലാ സ്കൂളുകളും കേന്ദ്രീകരിച്ച ASPയുടെ കീഴിൽ സബ് ഡിവിഷൻ തലത്തിൽ DYSPമാർക്ക് ചുമതല നൽകി കൃത്യമായ നിരീക്ഷണമുണ്ടാകും. ഒരു സ്കൂളിന് ഒരു സിവിൽ പോലീസ് ഓഫീസർ ചുമതല വഹിക്കും. ഈ പോലീസ് ഓഫീസർ രക്ഷകർത്താക്കൾ, അധ്യാപകർ എന്നിവരുമായി നിരന്തരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കും. അത്തരത്തിൽ കൃത്യമായ നിരീക്ഷണത്തിലായിരിക്കും സ്കൂളുകൾ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു.
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീറനാക്കുന്നേൽ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. ലഹരിക്കെതിരെ ജില്ലാ പോലീസ് നടപ്പാക്കുന്ന ക്യാമ്പസ് ബീറ്റ്സ് പദ്ധതിയുടെ വിശദീകരണവും ലഹരിവിരുദ്ധ സന്ദേശവും പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കലും ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് നിർവഹിച്ചു. തൊടുപുഴ നഗരസഭാ ചെയർമാൻ കെ ദീപക് പഠനോപകരണ വിതരണം നടത്തി. വാർഡ് കൌൺസിലർ ജോസ് മഠത്തിൽ, സമഗ്ര ശിക്ഷ കേരള ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ എം ഷാജഹാൻ, ഡയറ്റ് പ്രിൻസിപ്പൽ GP ഗോപകുമാർ, തൊടുപുഴ DEO ഷിബ മുഹമ്മദ്, AEO കെ ബിന്ദു, സ്കൂൾ മാനേജർ ഫാദർ ജോസ് പുത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കുന്നുവെന്നാരോപിച്ച് സ്കൂളിൽ രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെയും പ്രതിഷേധം. അപ്രതീക്ഷിതമായി ഡിവിഷൻ നിർത്തലാക്കാൻ തീരുമാനിച്ചാൽ വിദ്യാർത്ഥികളുടെ പഠനം അവതാളത്തിലാകുമെന്നാരോപിച്ചായിരുന്നു പ്രഥമ അധ്യാപികയുടെ ഓഫീസിൽ പ്രതിഷേധം നടന്നത്. തൽസ്ഥിതി തുടരാമെന്ന ഉറപ്പിന്മേൽ പ്രതിഷേധം അവസാനിച്ചു. അടിമാലി സർക്കാർ ഹൈസ്കൂളിലെ 9ാം ക്ലാസിന്റെ ഭാഗമായ C ഡിവിഷൻ നിർത്തലാക്കാൻ പോകുന്നുവെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം ഉയർന്നത്. ഇംഗ്ലീഷ് മീഡിയമായാണ് 9ാം ക്ലാസ്സിലെ C ഡിവിഷൻ പ്രവർത്തിച്ചു വന്നിരുന്നത്. അപ്രതീക്ഷിതമായി ഡിവിഷൻ നിർത്തലാക്കാൻ തീരുമാനിച്ചാൽ വിദ്യാർത്ഥികളുടെ പഠനം അവതാളത്തിലാകുമെന്ന് സ്കൂളിലേക്ക് പ്രതിഷേധവുമായി എത്തിയ രക്ഷിതാക്കൾ ആരോപിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് PTA മീറ്റിംഗ് കൂടി ഇവർ 2 ടീച്ചർമാരും HM കൂടി പറയുകയാണ് 12 വിദ്യാർത്ഥികളെ ഉള്ളൂ, അതിനാൽ ഇംഗ്ലീഷ് മീഡിയം നടത്താൻ സാധിക്കുന്നില്ല. അവർക്ക് അമിതഭാരം കൂടുതലാണെന്ന് പറഞ്ഞു. പിള്ളേരെ പഠിപ്പിച്ച് ശമ്പളം മേടിക്കുന്നവർക്ക് അമിതഭാരം കൂടുതലായാണ് ഇംഗ്ലീഷ് മീഡിയം നിർത്തുമെന്നാണ് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കണമെങ്കിൽ നിങ്ങൾ പുറത്ത് സ്കൂളുകളെ അഭയം പ്രാപിക്കുക, അതല്ലെങ്കിൽ മലയാളം മീഡിയത്തിൽ പഠിച്ചോളാൻ പറഞ്ഞു. 1 മുതൽ 8 വരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് മലയാളം മീഡിയത്തിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? ഈ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിക്കുന്ന ഇവരുടെ കുട്ടികൾ എവിടെ പഠിക്കണേ? C ഡിവിഷൻ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് പ്രഥമാധ്യാപികയുടെ ഓഫീസിൽ പ്രതിഷേധം നടന്നു. പ്രതിഷേധം തുടർന്നതോടെ പോലീസ് സ്ഥലത്തെത്തി ഓഫീസിൽ നിന്നും പ്രതിഷേധക്കാരെ മാറ്റി. ഡിവിഷൻ നിർത്തലാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം അംഗീകരിക്കാനാകില്ലെന്നും ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ തുടരുവാൻ വേണ്ടുന്ന ഇടപെടൽ നടത്തുമെന്നും അടിമാലി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CD ഷാജി പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ ഒരു കുട്ടിക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ അടിസ്ഥാന വിദ്യാഭ്യാസം നൽകണം. അതിന് വിഘാതമായിട്ട് നിൽക്കുന്ന ഏത് ഘടകമുണ്ടെങ്കിലും അധ്യാപകരുണ്ടെങ്കിൽ ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തും. സാമ്പത്തികമായിട്ട് പ്രശ്നമുണ്ടെങ്കിലും പബ്ലിക് എന്നുള്ളതിലും പഞ്ചായത്ത് എന്നുള്ളതിലും അത് പരിഹരിക്കും. അതല്ല അതിന് ഭൗതിക സാഹചര്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് അത് ഏർപ്പാട് ചെയ്യും. ഇതെല്ലാം ഞങ്ങൾ ഏറ്റിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നം യാതൊരു പ്രശ്നങ്ങളുമില്ല. വരുന്ന കുട്ടികളെ പഠിപ്പിക്കാൻ തയ്യാറാണ് എന്ന് HM അറിയിച്ചിട്ടുള്ളത്. ഡിവിഷന്റെ പ്രവർത്തനത്തിനായി സ്പെഷ്യൽ ഓർഡർ വഴി അധ്യാപകരെ നിയമിക്കാൻ ഇടപെടൽ നടത്തുമെന്ന് സ്കൂൾ പ്രഥമാധ്യാപിക വ്യക്തമാക്കി. ഓർഡർ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം C ഡിവിഷൻ എന്നൊരു ഡിവിഷൻ ഇവിടെ ഇല്ല. നമുക്ക് 8 ABC, 9 AB, 10 AB മാത്രമേ ഉള്ളൂ. നമ്മൾ സൗകര്യാർത്ഥം ഈ കുട്ടികൾക്ക് വേണ്ടി ABC 9 10 ABC ആയിട്ട് സൗകര്യാർത്ഥം കുട്ടികൾക്ക് വേണ്ടി കഴിഞ്ഞ വർഷം 2 കൊല്ലമായിട്ട് ചെയ്തത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞു അധ്യാപകരെ സ്പെഷ്യൽ ഓർഡർ വഴി നിയമിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. തൽസ്ഥിതി തുടരാമെന്ന ഉറപ്പിന്മേലാണ് പിന്നീട് പ്രതിഷേധം അവസാനിപ്പിച്ചത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെ വിമർശിച്ച് ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു. ഇടുക്കിയിൽ ഭൂരിപക്ഷം MLA-മാരും ഒപ്പം ജില്ലാ പഞ്ചായത്തും ഭരിച്ചിരുന്ന കോൺഗ്രസിന് അത് നഷ്ടപ്പെടാനുള്ള കാരണം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സീറ്റ് വീതം വെച്ചതാണ്. വേണ്ടപ്പെട്ടവർക്കായി സീറ്റ് വീതം വെച്ചത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നും CP മാത്യു തുറന്നടിച്ചു. നമ്മുടെ ഈ ജില്ലയിൽ ആവശ്യത്തിന് മിച്ച MLA-മാർ നമ്മുടെ ഉണ്ടായി. ജില്ലാ പഞ്ചായത്ത് നമ്മൾ ഒറ്റയ്ക്ക് സിംഗിൾ മെജോറിറ്റി ഉണ്ടായിരുന്നു കാണിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തുകൾ 8 നമ്മുടെ കൈവശമായി. അതൊക്കെ പോയിട്ട് ജില്ലാ പഞ്ചായത്തിൽ 16 സീറ്റുള്ള ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ പ്രാതിനിധ്യം 2 പേരാണ്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ സീറ്റ് വീതം വെച്ചപ്പോ മച്ചാനൊക്കെ കൊടുക്കണം, വീതം വെച്ചപ്പോ വേണ്ടപ്പെട്ടവർക്ക് കൊടുത്തു വന്നു. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ജനങ്ങൾ വോട്ട് ചെയ്ത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഒരു കാരണവശാലും ജയിപ്പിക്കില്ല എന്ന് വെച്ചാൽ ജനങ്ങൾ സഹിക്കുന്ന പരിമിതി. കാലവർഷം നേരത്തെ എത്തിയതോടെ ഇടുക്കിയിലെ അണക്കെട്ടുകളും ജലസമൃദ്ധമായി. ഇടുക്കിയും മുല്ലപ്പെരിയാറും ഉൾപ്പെടെയുള്ള പ്രധാന അണക്കെട്ടുകളിലും ചെറുകിട അണക്കെട്ടുകളിലും മുൻ വർഷത്തിൽ ഇതേ സമയം ഉണ്ടായിരുന്നതിനേക്കാൾ വെള്ളം നിലവിലുണ്ട്. അതിതീവ്ര മഴ മാറി മാനം തെളിഞ്ഞെങ്കിലും ഇപ്പോഴും ജലസംഭരണിയിലേക്ക് നീരൊഴുക്ക് ശക്തമായി തുടരുന്നു. സംസ്ഥാനത്തെ പ്രധാന അണക്കെട്ടായ ഇടുക്കിയിലെ നിലവിലെ ജലനിരപ്പ് 2344.80 അടിയാണ്. മെയ് 24-ന് കാലവർഷം എത്തിയപ്പോൾ 2329.88 അടിയായിരുന്നു ജലനിരപ്പ്.
ആകെ സംഭരണശേഷിയുടെ 30% മാത്രം. മുൻ വർഷത്തേക്കാൾ അണക്കെട്ടിൽ 3.5 അടി വെള്ളം കുറവുമായിരുന്നു. എന്നാൽ വേനൽ മഴയ്ക്ക് പിന്നാലെ കാലവർഷവും എത്തിയതോടെ ജലനിരപ്പ് വേഗത്തിൽ വർദ്ധിച്ചു. ഒരാഴ്ചയോളം പെയ്ത കനത്ത മഴയിൽ 15 അടിയോളം വെള്ളമാണ് ഇടുക്കിയിൽ ഉയർന്നത്. നിലവിൽ സംഭരണശേഷിയുടെ 42% വെള്ളം ഇടുക്കിയിലുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയത്തേക്കാൾ 11 അടിയിലധികം കൂടുതൽ. കാലവർഷത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ജലസമൃദ്ധമായ കല്ലാർകുട്ടി, പൊന്മുടി, ലോവർ പെരിയാർ, മലങ്കര അണക്കെട്ടുകളിൽ നിന്നും വെള്ളം പുറത്തേക്കൊഴുക്കേണ്ട സാഹചര്യവും ഉണ്ടായി. ഇടുക്കിയുടെ ഡൈവേർഷൻ ഡാമായ ഇരട്ടയാറിലും കല്ലാറിലും വരെ ജലനിരപ്പ് പരമാവധി സംഭരണ ശേഷിയിലേക്ക് ഉയർന്നിരുന്നു. മെയ് മാസത്തിൽ മൂലമറ്റം പവർ ഹൗസിലെ പ്രതിദിന ഉൽപാദനം 10.32 ദശലക്ഷം യൂണിറ്റായി കൂട്ടിയിരുന്നു. ചെറുകിട അണക്കെട്ടുകളിലെ ജലനിരപ്പ് പരമാവധി സംഭരണ ശേഷിയോട് അടുത്തു നിൽക്കുന്നതിനാൽ അവിടങ്ങളിലെ വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിച്ച മൂലമറ്റത്തെ ഉൽപാദനം നിലവിൽ 7 ദശലക്ഷം യൂണിറ്റായി കുറച്ചിട്ടുണ്ട്. കാലവർഷത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ജില്ലയിൽ 505 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. സാധാരണ പെയ്യാറുള്ളത് 37 മില്ലിമീറ്റർ മാത്രം. അതായത് സാധാരണയേക്കാൾ 1351% കൂടുതൽ മഴ ഈ ദിവസങ്ങളിൽ ലഭിച്ചു. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പും ഒരാഴ്ച കൊണ്ട് 19 അടിയോളം ഉയർന്ന 130 അടിക്ക് മുകളിൽ എത്തി. മുല്ലപ്പെരിയാറിൽ നിന്നും കാർഷിക ആവശ്യത്തിനായി തമിഴ്നാട് വെള്ളം കൊണ്ടുപോകാനും ആരംഭിച്ചിട്ടുണ്ട്. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെ അനധികൃത പാർക്കിങ്ങിന് തടയിടാൻ പോലീസിന് കത്ത് നൽകി നഗരസഭാ അധികൃതർ. പുതിയ ബസ് സ്റ്റാൻഡിൽ KSRTC ഉൾപ്പെടെയുള്ള ബസ്സുകളാണ് സർവീസിന് മണിക്കൂറുകൾക്ക് മുൻപേ പാർക്ക് ചെയ്യുന്നത്. ഇതിനോടൊപ്പം സ്വകാര്യ വാഹനങ്ങളും പാർക്ക് ചെയ്യുന്നു. ഇത് ഗതാഗത തടസ്സത്തിനും നിരവധി അപകടങ്ങൾക്കും കാരണമാകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കത്ത് നൽകിയത്. കട്ടപ്പന നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പുതിയ ബസ് സ്റ്റാൻഡിലാണ് അനധികൃത പാർക്കിംഗ് തകൃതിയാകുന്നത്. സർവീസിന് 30 മിനിറ്റ് മുമ്പ് മാത്രമേ ബസ്സുകൾ സ്റ്റാൻഡ് കോമ്പൗണ്ടിൽ പ്രവേശിക്കാവുള്ളൂ എന്നാണ് നിയമം. എന്നാൽ ഓട്ടം കഴിഞ്ഞ വാഹനങ്ങൾ ഉൾപ്പെടെ സ്റ്റാൻഡിന്റെ പല ഭാഗത്തും നിർത്തിയിടുന്നതാണ് പതിവ്. ഇതിൽ സ്വകാര്യ ബസ്സുകളും KSRTCയും ഉൾപ്പെടും. അവയോടൊപ്പം സ്വകാര്യ വാഹനങ്ങളും ഇവിടെ പാർക്ക് ചെയ്യുന്നതോടെ ഗതാഗത തടസ്സവും അപകടങ്ങളും ഉണ്ടാകുന്നത് പതിവാണ്. അതോടൊപ്പം കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ട് നേരിടുന്നു. ഈ സാഹചര്യത്തിലാണ് നടപടിയുമായി നഗരസഭ രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന കട്ടപ്പന മുനിസിപ്പൽ കൗൺസിൽ തീരുമാനമനുസരിച്ച് കട്ടപ്പന സ്റ്റേഷൻ ഹൗസ് ഓഫീസർ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ സർവീസ് ആരംഭിക്കുന്നതിന് 30 മിനിറ്റ് മുൻപ് മാത്രമേ ബസ്സുകൾ സ്റ്റാൻഡിൽ പ്രവേശിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമം കർശനമായി നടപ്പാക്കുന്നതിനും ബസ് സ്റ്റാൻഡിന്റെ വിവിധ ഭാഗങ്ങളിൽ സർവീസ് കഴിഞ്ഞു വരുന്ന ബസ്സുകൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നതും ബസ് സ്റ്റാൻഡിന് ഉള്ളിൽ കിടന്ന് ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതും നിയന്ത്രിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് കമ്മിറ്റി തീരുമാനമനുസരിച്ച് കത്ത് നൽകിയിട്ടുണ്ട്. ഇതിൽ തീരുമാനമുണ്ടാക്കണം എന്നുള്ള കട്ടപ്പന പോലീസിന്റെ അഭ്യർത്ഥനയും കൂടി പരിഗണിച്ചാണ് നഗരസഭ ഇത്തരണത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. അനധികൃതമായി ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിനൊപ്പം ബസ് സ്റ്റാൻഡിനുള്ളിൽ വാഹനങ്ങൾ റിപ്പയർ ചെയ്യുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തും. നഗരസഭാ കൗൺസിൽ തീരുമാനമനുസരിച്ചാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് കത്ത് നൽകിയത്. CPI കട്ടപ്പന മണ്ഡലം സമ്മേളനം സമാപിച്ചു. കട്ടപ്പന മണ്ഡലം സെക്രട്ടറിയായി CS സജേഷ് തെരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കാഞ്ചേർ പള്ളിക്കവലയിൽ VP കുട്ടപ്പൻ നായർ നഗറിൽ നടന്നുവന്ന CPI കട്ടപ്പന മണ്ഡലം സമ്മേളനം സമാപിച്ചു. സംഘടനാ റിപ്പോർട്ടിന്മേൽ പ്രതിനിധികൾ നടത്തിയ ചർച്ചയ്ക്ക് സെക്രട്ടറി VR ശശി മറുപടി പറഞ്ഞു. ജില്ലാ സെക്രട്ടറി K സലിംകുമാർ, KK ശിവരാമൻ, VK ധനപാൽ, ജോസ് ഫിലിപ്പ്, ജയാമധു, P പളനിവേൽ, പ്രിൻസ് മാത്യു, CU ജോസ്, MK പ്രിയൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് CPI കട്ടപ്പന മണ്ഡലം സെക്രട്ടറിയായി CS അജേഷിനെ തെരഞ്ഞെടുത്തു. ആനന്ദവിളയിൽ ബെന്നി മുത്തുമാക്കുഴി, ഷാജി മാത്യു, നിഷാമോൾ ബിനോജ്, KJ ജോസഫ്, KR ജനാർദ്ദനൻ നായർ, വിജയകുമാരി ജയകുമാർ, KN കുമാരൻ, സനീഷ് മോഹനൻ, ഗിരീഷ് മാലി, KS രാജൻ, G അയ്യപ്പൻ, മനു K ജോൺ, ഷാൻ VT, KK സജിമോൻ, PJ സത്യപാലൻ, S രാജ, സജോ മോഹനൻ, ബിന്ദുലത രാജു, തങ്കമണി സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് VS അഭിലാഷ്, VR ശശി എന്നിവരടങ്ങുന്ന 23 അംഗ മണ്ഡല കമ്മിറ്റിയെയും 23 അംഗങ്ങളടങ്ങുന്ന ജില്ലാ സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുത്തു. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 1.5 കിലോ കഞ്ചാവുമായി പ്രതി പിടിയിൽ. ഇടുക്കി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ വാഹന പരിശോധനയിലാണ് ചേലച്ചുവട് നാലുകമ്പി സ്വദേശി തോപ്പിൽ ജോസ് സത്യനേശൻ പിടിയിലായത്. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടറും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. ചേലച്ചുവട്, കഞ്ഞിക്കുഴി, പഴയരിക്കണ്ടം മേഖലകളിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയിരുന്ന ചേലച്ചുവട് നാലുകമ്പി സ്വദേശി തോപ്പിൽ ജോസ് സത്യനേശനാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് പ്രതിയെ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തത്. ചേലച്ചുവട്, കഞ്ഞിക്കുഴി മേഖലകളിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. ഏറെ നാളായി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു ജോസ്. പ്രതിയുടെ സ്കൂട്ടറിൽ നിന്നുമാണ് 1.5 കിലോ കഞ്ചാവ് കണ്ടെടുത്തത്. എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്.
പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തൊടുപുഴ മുതലക്കോടത്തിന് സമീപം പഴുക്കാക്കുളത്ത് വീടിനുള്ളിൽ വെച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വാഷിംഗ് മെഷീന് തീപിടിച്ചു. റിപ്പയറിംഗിന് ശേഷം സ്ഥാപിച്ച വാഷിംഗ് മെഷീനാണ് തീപിടിച്ചത്. ഫയർഫോഴ്സിന്റെ സമയോചിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി. രാവിലെയാണ് അപകടം ഉണ്ടായത്. കുട്ടിയെ സ്കൂളിൽ അയച്ചിട്ട് വന്നപ്പോൾ വീട്ടിൽ നിന്നും പുക ഉയരുന്നത് കണ്ട വീട്ടമ്മ ഉടനെ ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയായിരുന്നു. റിപ്പയറിംഗിന് ശേഷം സ്ഥാപിച്ച വാഷിംഗ് മെഷീനിലാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വീട്ടിൽ കയറിയ ശേഷം ഇലക്ട്രിക് ലൈനുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയും സമീപത്തുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ എടുത്തു മാറ്റുകയും ചെയ്തു. ഇതുമൂലം വലിയ അപകടം ഒഴിവായി. കനത്ത പുക മൂലം രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ KA ജാഫർ ഖാന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ MN വിനോദ് കുമാർ, ഫയർ ഓഫീസർമാരായ S ശരത്, ഷിബിൻ ഗോപി, ജെയിംസ് നോബിൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടത്തിൽ ഏകദേശം 1 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് കണക്കുകൾ. മൂന്നാർ ലക്ഷം നഗറിൽ താഴേക്ക് പതിക്കാവുന്ന നിലയിൽ നിന്നിരുന്ന പാറകൾ നീക്കം ചെയ്തു. 4 കൂറ്റൻ പാറക്കല്ലുകളാണ് അടർന്നു വീഴാവുന്ന തരത്തിൽ അപകടാവസ്ഥയിൽ നിന്നിരുന്നത്. അപകടാവസ്ഥയെ തുടർന്ന് ഇവിടെ നിന്നും കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയായിരുന്നു മൂന്നാർ ലക്ഷം നഗറിൽ നിരവധി കുടുംബങ്ങൾക്ക് അപകട ഭീഷണിയാകും വിധം 4 കൂറ്റൻ പാറക്കല്ലുകൾ അടർന്നു വീഴാവുന്ന വിധം അപകടാവസ്ഥയിലായത്. തുടർന്ന് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെയുള്ള കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ യന്ത്രസഹായത്തോടെ പാറക്കല്ലുകൾ പൂർണ്ണമായും ഇവിടെ നിന്ന് നീക്കം ചെയ്തു. ஒரு 4 பாறை அபகடமான ரீதியில் அது இலகி இருந்துச்சு. அது கீழே வர்ற கண்டிஷனில் அந்த பாறை கீழே இருக்கக்கூடிய ஏகദേശம் ஒரு 25 குடும்பங்கள் கீழே இருக்கிறாங்க. அப்போது உடனடியாக சம்பந்தப்பட்ட அதிகாரிகளுக்கும் ரெவன்யூ டிபார்ட்மெண்ட்டும் தாசில்தார் கலெக்டர் எல்லாருக்கும் அறிவித்த உடனே இன்னைக்கு பஞ்சாயத்தினுடைய பாவத்திலிருந்து கிட்டாச்சி கொண்டு வந்து அந்த 4 பாறை இன்னைக்கு എടുത്ത് മാറ്റിയാச்சு. അപകട ഭീഷണിയായ പാറക്കല്ലുകൾ നീക്കിയത് വലിയ ആശ്വാസമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. அந்த பாறை இடிந்து தாரை போனால் கிட்டத்தட்ட 20 குடும்பத்துக்கு மேலே பாதிக்கப்படும். அந்த பாறை இடிந்து கிடந்ததை கண்டு உடனே எங்களது பஞ்சாயத்து மெம்பர் பீட்டர் அவர்களுக்கு ஃபோன் செய்தோம். அவர் உடனே தக்க நடவடிக்கைகள் எல்லாம் எடுத்து தாசில்தார், பஞ்சாயத்து போன்ற அதிகாரிகள் எல்லாம் கான்ட்ராக்ட் செய்து அவர்களை இங்கே கொண்டு வந்து கிட்டாச்சி மூலமாக அந்த பாறைகளை மாற்றி அத்தனை குடும்பங்களை காப்பாற்றி தந்த எங்களது பாராடு மெம்பர் பீட்டர் அவர்களுக்கு எங்களது ശ്രീ കരുമാരിയമ്മൻ കോവിൽ കമ്മിറ്റി സാർബിൽ മനമാർന്ന നന്ദിയും. മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M മണിമൊഴി, ദേവികുളം തഹസിൽദാർ, മൂന്നാർ വില്ലേജ് ഓഫീസർ എന്നിവരും സംഭവസ്ഥലത്തെത്തിയിരുന്നു. കട്ടപ്പന ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്ക് NABH അംഗീകാരം. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന പരിപാടിയിൽ വെച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിൽ നിന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി. ഡിസ്പെൻസറിയിലെ ഡോക്ടറിന്റെയും ജീവനക്കാരുടെയും ആശാപ്രവർത്തകരുടെയും കൂട്ടായ പരിശ്രമമാണ് ദേശീയ അംഗീകാരത്തിലേക്ക് നയിച്ചത്. നിലവിൽ ഇവിടെ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ സന്ദീപ് കരുൺ ആശുപത്രിയിലെത്തിയിട്ട് 2 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പെയാണ് അംഗീകാരം ലഭിച്ചത്. അടിസ്ഥാന സൗകര്യങ്ങളും ചികിത്സാ സംവിധാനങ്ങളും മെച്ചപ്പെട്ടതോടെ ദിവസേന 100ഓളം രോഗികൾ OP വിഭാഗത്തിൽ ചികിത്സ തേടിയെത്തുന്നുണ്ട്. നമുക്ക് നമ്മുടെ ആശുപത്രിയിലേക്ക് നാഷണൽ ആയുഷ് മിഷന്റെ NABH അക്രഡിറ്റേഷനാണ് കിട്ടിയിട്ടുള്ളത്. അത് 3 തലങ്ങളിലൂടെയാണ് നമുക്ക് ഇൻസ്പെക്ഷൻ പോയത്. അത് നമ്മുടെ ജില്ലാ തലത്തിൽ, പിന്നെ സ്റ്റേറ്റ് ലെവലിൽ, നാഷണൽ ലെവലിൽ വന്നു. അങ്ങനെ നമ്മുടെ ആശുപത്രിക്ക് NABH സർട്ടിഫിക്കേഷൻ ലെവല് കിട്ടിയിരിക്കുകയാണ്. സ്ഥാപനത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഭിന്നശേഷി സൗഹൃദ ശൗചാലയം, സുരക്ഷാ മാനദണ്ഡങ്ങൾ, ആവശ്യ മരുന്നുകളുടെയും ഉപകരണങ്ങളുടെയും അടിസ്ഥാന ലാബ് പരിശോധനകളുടെയും ലഭ്യത, ആതുര സേവകരുടെ ലഭ്യത, രോഗീ പരിചരണത്തിന് ഗുണനിലവാരം, മരുന്നുകളുടെ ഗുണനിലവാരമുള്ള സംഭരണവും വിതരണവും, അണുബാധ നിയന്ത്രണം തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് അംഗീകാരം ലഭിക്കുന്നത്. ഡോക്ടറിന്റെയും ഇവിടുത്തെ സ്റ്റാഫുകളുടെയും ഉജ്ജ്വലമായ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു അവാർഡ് കരസ്ഥമാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇതിനുവേണ്ടി പ്രയത്നിച്ച ഡോക്ടറിന് ഒരുപാട് അഭിനന്ദനം അറിയിക്കണം. അതോടൊപ്പം ഡോക്ടറിനോടൊപ്പം തന്നെ പ്രയത്നിച്ച സ്റ്റാഫുകൾ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് നമ്മുടെ ഈ ഭരണസമിതിക്ക് അഭിമാനാർഹമായി മാറിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ ഈ കട്ടപ്പന നഗരസഭയ്ക്ക് ഇത്തരത്തിൽ ഒരു ദേശീയ പുരസ്കാരം ലഭിക്കുന്നതിന് കാരണമായ ഇവിടെ ഈ ആരോഗ്യ സ്ഥാപനത്തിലെ ഡോക്ടറെയും മറ്റ് എല്ലാ സ്റ്റാഫുകളെയും ഈ ഒരു അവസരം അഭിനന്ദിക്കാൻ കൂടി വിനിയോഗിക്കുകയാണ്. ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന സേവനങ്ങളെക്കുറിച്ചും രോഗികളുടെ അവകാശങ്ങളെക്കുറിച്ചും സ്ഥാപനത്തിലെത്തുന്ന രോഗികളോടുള്ള ജീവനക്കാരുടെ പെരുമാറ്റത്തെക്കുറിച്ചും പൊതുജനങ്ങളോടുള്ള അഭിപ്രായം കൂടി വിലയിരുത്തിയ ശേഷമാണ് അംഗീകാരം നൽകിയത്.
ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ അറിവ് പകരാൻ ആശ്രയമാകാം പദ്ധതിക്ക് ചൊവ്വാഴ്ച തുടക്കമാകും. മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നീറണാകുന്നേൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ ഹൊറൈസൺ മോട്ടോഴ്സിന്റെയും ആൻസൺ ചിറ്റ്സിന്റെയും സഹകരണത്തോടെ നിർദ്ധരായ വിദ്യാർത്ഥികൾക്ക് പഠനസഹായം നൽകുന്ന അറിവ് പകരാൻ ആശ്രയമാവാം പദ്ധതിയുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച 11 മണിക്ക് മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നീറണാകുന്നേൽ ഉദ്ഘാടനം ചെയ്യും. ഈ പദ്ധതിയിലൂടെ നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് 30ഓളം സ്കൂളുകളിൽ ബുക്കും പഠനോപകരണങ്ങളും വിതരണം ചെയ്യുന്ന പദ്ധതിയാണിത്. ഇത് പ്രധാനമായും നമ്മൾ ഗവൺമെൻറ് സ്കൂളിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുട്ടികൾക്കല്ല ഇത് വിതരണം ചെയ്യുന്നത്. നമ്മൾ ഓരോ സ്കൂളിലും ആ സ്കൂളിലെ അർഹതപ്പെട്ട കുട്ടികളെ അധ്യാപകർ കണ്ടെത്തി അവരാണിത് കൊടുക്കുന്നത്. നമ്മൾ അധ്യാപകർക്കാണ് ഈ ബുക്കും പഠനോപകരണങ്ങളും കൈമാറുന്നത്. ഈ വർഷം അത് 35 സ്കൂളുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയോടൊപ്പം കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ആൻസൺ ചിറ്റ്സും അതോടൊപ്പം ഹൊറൈസൺ മോട്ടോഴ്സ് മഹീന്ദ്രയും ചേർന്നാണ് ഇപ്പം നമ്മൾ ഈ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് സിജോ എവറസ്റ്റ് അധ്യക്ഷത വഹിക്കും. കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തും. ഗ്രാമപഞ്ചായത്ത് അംഗം റോയി എവറസ്റ്റ്, ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന ജനറൽ സെക്രട്ടറി എസ് സൂലാൽ, PTA പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി, പ്രിൻസിപ്പൽ KL സുരേഷ് കൃഷ്ണൻ, ഹെഡ്മാസ്റ്റർ ഷിനു മാനുവേൽ K രാജൻ, ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന എഡ്യൂക്കേഷൻ ഫോറം ചെയർമാൻ JB ജോസഫ്, ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന രക്ഷാധികാരികളായ ഷാജി നെല്ലിപ്പറമ്പിൽ, KV വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിക്കും. മുരിക്കാട്ടുകുടി സ്കൂളിൽ ഇതിന്റെ ഉദ്ഘാടനം ത്തോടുകൂടി ആരംഭിക്കുന്ന ഈ പദ്ധതി അവസാനിക്കുന്നത് കണ്ണമ്പടി ആദിവാസി മേഖലയിലെ കണ്ണമ്പടി സ്കൂളിലാണ് ഇത് അവസാനിക്കുക. അങ്ങനെ 35ഓളം സ്കൂളുകളിൽ ഏതാണ്ട് 2.5 ലക്ഷത്തോളം രൂപ നമ്മൾ ഇതിനു വേണ്ടി കണ്ടെത്തി കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. മുൻ വർഷങ്ങളെ പോലെ തന്നെ നിരവധിയായിട്ടുള്ള സ്കൂളുകൾ നമ്മളെ സമീപിച്ചു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മുൻ വർഷങ്ങളിലൊക്കെ തന്നെ നമ്മൾ 25ഓളം സ്കൂളുകളിലാണ് ഇത് നൽകിയിരുന്നതെങ്കിൽ ഇത്തവണ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു 10 സ്കൂളുകൂടെ ആഡ് ചെയ്തുകൊണ്ട് 35ഓളം സ്കൂളുകളിൽ ഇത്തരത്തിൽ നമ്മൾ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയാണ്. കഴിഞ്ഞ 10 വർഷമായി ഹൈറേഞ്ച് മേഖലയിലെ 25 സ്കൂളുകളിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതിയിൽ ഇത്തവണ 35 സ്കൂളുകൾക്കാണ് സഹായം എത്തിക്കുക. സഹായം ആവശ്യമുള്ള കുട്ടികളെ അധ്യാപകർ തന്നെയാണ് കണ്ടെത്തുന്നത്. ഇതിനോടൊപ്പം കോഴിമല ബാലവാടി അംഗൻവാടിയിലെ മുഴുവൻ കുട്ടികൾക്കും സ്കൂൾ ബാഗുകളും പഠനോപകരണങ്ങളും വിതരണം ചെയ്യും. സ്കൂൾ പ്രിൻസിപ്പാളിനെയാണ് ധരിപ്പിക്കുന്നത്. അവരാണ് കണ്ടുപിടിക്കുന്ന ആ സ്കൂളിൽ വാങ്ങാൻ ശേഷിയില്ലാത്ത കുട്ടികൾ ആരാണെന്ന് അവർ നിശ്ചയിക്കുന്നു. അല്ലാതെ കുട്ടികളെ നിർത്തി പടമെടുത്ത് ഒരു പബ്ലിസിറ്റിക്ക് നമ്മുടെ സംഘടന തയ്യാറല്ല എന്നതിനാണ് കഴിഞ്ഞ 10 വർഷമായി നമ്മൾ തുടർന്നു വരുന്ന രീതി. അതുപോലെ തന്നെ സിജോടെ പറഞ്ഞു, പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകളെയാണ് നമ്മൾ ഏറ്റവും അധികം തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അറിവ് പകരാൻ ആശ്രയമാകാൻ പദ്ധതിക്കായി ഇത്തവണ 2 ലക്ഷം രൂപയാണ് വിനിയോഗിക്കുന്നതെന്ന ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് സിജോ എവറസ്റ്റ്, ജനറൽ സെക്രട്ടറി എസ് സൂലാൽ, രക്ഷാധികാരി ഷാജി നെല്ലിപ്പറമ്പൻ, JB ജോസഫ് എന്നിവർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസ് മറ്റപ്പള്ളി, പോൾ മാത്യു, ജിൻസ് ജോർജ്, റിനു മാത്യു എന്നിവർ പങ്കെടുത്തു. നവീകരണത്തിനായി അടച്ചിട്ട കട്ടപ്പന ഇടശ്ശേരി ജംഗ്ഷൻ പുതിയ ബസ് സ്റ്റാൻഡ് റോഡ് തുറന്നു നൽകി. 18 ലക്ഷം രൂപ ഉപയോഗിച്ച് നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു. കട്ടപ്പന നഗരസഭ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച ഇടശ്ശേരി ജംഗ്ഷൻ പുതിയ ബസ് സ്റ്റാൻഡ് റോഡിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. വാർഷിക പദ്ധതിയിൽ ടൗൺ റോഡ് പുനർനിർമ്മാണത്തിനായി 30 ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു. 18 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഈ പാതയുടെ നവീകരണം പൂർത്തിയാക്കിയത്. മുൻപ് റോഡ് പൂർണ്ണമായി തകർന്നതോടെ കാൽനടയാത്രയും വാഹനയാത്രയും ദുസ്സഹമായിരുന്നു. ഇതോടെ നിരവധി പ്രതിഷേധങ്ങളും ഉടലെടുത്തു. തുടർന്നാണ് പാത ടൈല് വിരിച്ച് നവീകരിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള റോഡ് പൊളിഞ്ഞു കിടന്ന ഈ സന്ദർഭത്തിൽ ഞങ്ങളുടെ ഈ ഭരണസമിതിക്ക് ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പണിതു കൊടുക്കാൻ സാധിച്ചു. ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഏറ്റവും നമ്മുടെ എയുടെ കഷ്ടപ്പാടും അതോടൊപ്പം തന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഓരോ നിമിഷവും CP പറപ്പായി ഓരോ ദിവസവും ഓരോ മണിക്കൂറും വന്ന് നോക്കി അതിശയിച്ച് പ്രവർത്തിച്ചു പോയ എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടന ചടങ്ങിൽ AE മുഹമ്മദ് അജ്മലിനെയും കരാറുകാരൻ ഷാജി ചവർണയെയും അനുമോദിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KJ ബെനി, കൌൺസിലർമാരായ ജോയി വെട്ടിക്കുഴി, സിബി പാറപ്പായി, ജോയി ആന്നിത്തോട്ടം, ഷമേജ് K ജോർജ്, ലീലാമ ബേബി, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ്, കട്ടപ്പന മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ്, പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് തോമാച്ചൻ എലൈറ്റ്, മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളായ MK തോമസ്, ജോഷി കുട്ടട എന്നിവർ സന്നിഹിതരായിരുന്നു.
കട്ടപ്പന നഗരസഭാതല സ്കൂൾ പ്രവേശനോത്സവം നടന്നു. വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് LP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. ഒന്നിച്ച് ഒന്നായി ഒന്നാവാം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇക്കൊല്ലം സംസ്ഥാനമൊട്ടാകെ സ്കൂൾ പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. കട്ടപ്പന നഗരസഭാതല പ്രവേശനോത്സവം വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് LP സ്കൂളിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. വീട്ടിൽ നിന്ന് പോകുന്നതിന്റെ വിഷമം, ഇത്രയും ദിവസം അവധിയായിരുന്നു, പിന്നെ കുടുംബത്തിൽ നിന്ന് പോകുന്നതിലോ എന്നുള്ള വിഷമം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ എന്റെ മാതാപിതാക്കളെ നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോ ദിവസം നിങ്ങൾ സ്കൂളിൽ വിട്ട് കുഞ്ഞുങ്ങൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുക. ഓരോ ദിവസവും ക്ലാസ്സിലുണ്ടായ കാര്യങ്ങൾ ചോദിക്കുക. കൂട്ടുകാരാരാണ്, അധ്യാപകരാരാണ്, എന്താണ് പറഞ്ഞത്, പഠിപ്പിച്ചത് എന്നൊക്കെ ചോദിക്കണം. ആദ്യമായി അക്ഷരമുറ്റത്തേക്കെത്തിയ ഓരോ വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങൾ നൽകിയാണ് സ്വീകരിച്ചത്. അതോടൊപ്പം കൊച്ചു കൂട്ടുകാർക്കായി സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥി ഐറിൻ അനു അജിൻ ആലപിച്ച ഗാനം ശ്രദ്ധേയമായി. സ്കൂൾ മാനേജർ മോൺസിഞ്ഞോർ അബ്രഹാം പുറയാറ്റ, ഹെഡ്മാസ്റ്റർ സൈജു ജോസഫ്, നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐബിമോൾ രാജൻ, വാർഡ് കൗൺസിലർ ബീന സിബി, PTA പ്രസിഡന്റ് നൈസ് പാറപ്പുറത്ത, MPTA പ്രസിഡന്റ് ആശാ കളപ്പുരയ്ക്കൽ, മഞ്ജു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് തല പ്രവേശനോത്സവം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ ഉദ്ഘാടനം ചെയ്തു. 2025-26 അധ്യയന വർഷത്തിൽ തോട്ടം മേഖലയിൽ നിന്നുള്ള നിരവധി കുട്ടികളാണ് സർക്കാർ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള സ്കൂളുകളിൽ പഠനത്തിനായി പ്രവേശിച്ചത്. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂളിലാണ് പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം നടന്നത്. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി നടന്ന റാലിയിൽ കുട്ടികളും മാതാപിതാക്കളും അധ്യാപകരും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും പങ്കെടുത്തു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. കൂട്ടുകാരെ കാണാനും അതുപോലെ തന്നെ വിശേഷം പങ്കുവയ്ക്കാനും, പുതിയ കൂട്ടുകാരെ കാണാനും വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാനും ഒക്കെ 2 മാസത്തെ അവധിക്ക് ശേഷം സ്കൂൾ തുറന്നിരിക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ വർഷത്തെ പ്രവേശനോത്സവത്തിന്റെ മുദ്രാവാക്യം ഒന്നിച്ച് ഒന്നായി ഒന്നാവാം. അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോട് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R സെൽവത്തായി, വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ശ്രീരാമൻ, PTA അംഗങ്ങൾ, MPTA അംഗങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവ പരിപാടി പീരുമേട് MLA വാടൂർ സോമൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചാണെങ്കിൽ വളരെ അഭിമാനം തോന്നുകയാണ്. ഏറ്റവും കൂടുതൽ 2ാം സ്ഥാനത്ത് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന പരീക്ഷയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ നമ്മുടെ സ്കൂളിലേക്ക് വരികയാണ്. ഇപ്രാവശ്യം 4 ഫുൾ A+ മേടിക്കുവാൻ നമ്മുടെ കുട്ടികൾ കഴിഞ്ഞു എന്നത് നിങ്ങൾക്കും അഭിമാനം പകരുന്ന കാര്യമാണ്. യോഗത്തിൽ PTA പ്രസിഡന്റ് PM നൌഷാദ് അധ്യക്ഷനായിരുന്നു. സ്കൂൾ ഹെഡ്മാസ്റ്റർ K മുരുകേശൻ, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം SP രാജേന്ദ്രൻ, അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R സെൽവത്തായി തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പൈനാടത്ത് ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാർ ഗ്രാമ്പി LP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KD അജിത് തിരിതെളിച്ച് ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാർ സബ് ഇൻസ്പെക്ടർ TS ജയകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ദേവി ഈശ്വർ, സ്കൂൾ ഹെഡ്മാസ്റ്റർ M സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു.
വണ്ടിപ്പെരിയാർ സെന്റ് മാത്യൂസ് LP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവത്തിൽ അധ്യാപകരും PT അംഗങ്ങളും ചേർന്നാണ് കുട്ടികളെ വരവേറ്റത്. വള്ളക്കടവ് സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, മ്ലാമല ഫാത്തിമ മാതാ സ്കൂൾ എന്നിവിടങ്ങളിലും പ്രവേശനോത്സവം നടന്നു. കാഞ്ചിയാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ ഉദ്ഘാടനം ചെയ്തു. വിവിധങ്ങളായ പരിപാടികളോടെയാണ് കാഞ്ചിയാർ മുരിക്കാട്ടുകുടി സർക്കാർ സ്കൂളിൽ പ്രവേശനോത്സവം നടന്നത്. 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഭീമ ജുവലേഴ്സിന്റെ സ്നേഹോപകാരം അടങ്ങിയ പഠനോപകരണ കിറ്റാണ് വിതരണം ചെയ്തത്. ഫാദേഴ്സ് ഹൌസ് സ്നേഹോപഹാരമായി 1ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ബാഗും നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ മൊമന്റോയും ക്യാഷ് അവാർഡും നൽകി അനുമോദിച്ചു. USS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അനഹ രാജ്, ഐറിൻ റോബിൻ എന്നിവരെയും അനുമോദിച്ചു. PTA പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണ, SMC ചെയർമാൻ ബൈജു, HM ഇൻചാർജ് ഷിനു മാനുവൽ, K രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന ഓസാനം LP സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ അനൂപ് ഉദ്ഘാടനം ചെയ്തു. നവാഗദ്രി സ്കൂൾ ഹെഡ്മാസ്റ്റർ ഡൊമിനിക് ജേക്കബ് സ്വാഗതം ചെയ്തു. അസിസ്റ്റന്റ് മാനേജർ ഫാദർ അനൂപ് ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പനയുടെ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷന്റെ ഹൃദയമായ ഈ ഒരു സ്ഥാപനം അത് അതിൻ്റെ ഏറ്റവും നന്മയുടെ കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിൻസിപ്പൽ ഫാദർ ജോർജ് മാത്യു, മാനേജർ ഫാദർ ജോസ് മംഗലത്തിൽ, നഗരസഭാ കൗൺസിലർ സോണിയ JB, PTA പ്രസിഡന്റ് സജി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കാഞ്ചാർ സ്വരാജ് സയൻ പബ്ലിക് സ്കൂളിൽ 2025-26 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനോത്സവം നടന്നു. ചലച്ചിത്ര താരം അനിൽ K ശിവറാം വിശിഷ്ടാതിഥിയായി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്രയോ കലാകാരന്മാരും കലാകാരികളും എടുത്തു പറയാൻ ഒരുപാട് പേരുണ്ട്. ഏറ്റവും ആദ്യം ഞാൻ നോക്കുന്നത് പ്രിയപ്പെട്ട KC ഇന്ന് നമ്മളൊപ്പമില്ല. പക്ഷേ KCയുടെ ആദ്യ അക്ഷരങ്ങൾ പ്രൊഫഷണൽ നാടകവേദിയിൽ രംഗാപുരമാക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഫാദർ ഇമ്മാനുവൽ കിഴക്കേത്തലയ്ക്കലാണ്. KCയുടെ ആ അക്ഷരങ്ങൾ അഗ്നിയായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വേദികളിൽ പടർന്നൊരു കാരണം. പിന്നെ KCയെ പിടിച്ചാൽ കിട്ടിയിട്ടില്ല. ലോക മലയാളികൾ ഏറെ ആസ്വദിച്ച നിരവധി സീരിയലുകൾ, സ്ത്രീപദം, മഞ്ഞിൽ വിരിഞ്ഞ പൂവ്, ഗായത്രി ദേവിയുടെ അമ്മ, അങ്ങനെ നിരവധിയായ സീരിയലുകൾ മലയാളത്തിൽ സമ്മാനിച്ച് അകാലത്തിൽ കഴിഞ്ഞിട്ട് നമ്മോട് വിട പറഞ്ഞ് യാത്രയായ പ്രിയപ്പെട്ട KCയെ ഞാൻ വേദനയോടെ ഇവിടെ ഓർമ്മിക്കുകയാണ്. പരിപാടിയോടനുബന്ധിച്ച് സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്കും തുടക്കമായി. ഇതിന്റെ ഭാഗമായി സിൽവർ ജൂബിലി ലോഗോ പ്രകാശനവും നടന്നു. +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ഇമ്മാനുവൽ കിഴക്കേത്തലയ്ക്കൽ, പ്രിൻസിപ്പൽ ഫാദർ റോണി ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നെടുങ്കണ്ടം പച്ചടി ശ്രീനാരായണ LP സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. തുടരും സിനിമയുടെ സഹസംവിധാനം നിർവഹിച്ച സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ സനു M രാജു ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാണ് സ്കൂളിലേക്ക് സ്വീകരിച്ചത്. അറിവിന്റെ അനന്തവിഹായത്തിലേക്ക് പറന്നുയരാൻ കുരുന്നുകൾക്ക് അക്ഷരദീപവും നൽകി. പരിപാടിയിൽ സ്കൂൾ മാനേജർ സജി ചാലിൽ അധ്യക്ഷനായിരുന്നു. തുടരും സിനിമയുടെ സഹസംവിധാനം നിർവഹിച്ച സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ സനു M രാജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. നെടുങ്കണ്ടം സ്വദേശിനിയായ എഴുത്തുകാരി മേഴ്സിയുടെ നിറങ്ങളുടെ ആകാശം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും വേദിയിൽ നടന്നു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജു PK, വനിതാ സംഘം സെക്രട്ടറി സുജ സുരേന്ദ്രൻ, സെൻട്രൽ സംഘം സെക്രട്ടറി മിനി രാജേന്ദ്രൻ, നെടുങ്കണ്ടം ശാഖായോഗം സെക്രട്ടറി AV മണിക്കുട്ടൻ, കമ്മിറ്റി അംഗങ്ങളായ ഷാജി പതികാലായിൽ, സുനിൽ പാണംപറമ്പിൽ, PT അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ 54ാമത് വാർഷിക പൊതുയോഗവും കുടുംബ സുരക്ഷാനിധി വിതരണവും കട്ടപ്പനയിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി SP വിഷ്ണു പ്രദീപ് TK IPS കുടുംബ സുരക്ഷാനിധി വിതരണം ചെയ്തു. കട്ടപ്പനയുടെ വ്യാപാര രംഗത്ത് സംഘടനാപരമായ ശക്തി പകർന്നു നൽകുന്ന കട്ടപ്പന മർച്ചന്റ് അസോസിയേഷന്റെ 54ാമത് വാർഷിക പൊതുയോഗവും കുടുംബ സുരക്ഷാനിധി വിതരണവുമാണ് നടന്നത്.
കട്ടപ്പന കല്ലറക്കൽ റെസിഡൻസിൽ വെച്ച് നടന്ന പരിപാടി വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് അധ്യക്ഷനായിരുന്നു. കുടുംബ സുരക്ഷാനിധി വിതരണം ഇടുക്കി SP TK വിഷ്ണുപ്രദീപ് IPS നിർവഹിച്ചു. മരണപ്പെട്ട വ്യാപാരിയുടെ കുടുംബത്തിന് 6 ലക്ഷം രൂപ കൈമാറി. വ്യാപാരിയുടെയും കുടുംബത്തിന്റെയും ആവശ്യങ്ങൾ സുരക്ഷ, ക്ഷേമം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിലാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. പദ്ധതിയെക്കുറിച്ച് ജില്ലാ ചെയർമാൻ ഡയസ് പുലൻ വിശദീകരണം നൽകി. വാർഷിക യോഗത്തിൽ MG യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ റാങ്ക് ജേതാവായ നൂപ അനൂപിനെയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും അനുമോദിച്ചു. തുടർന്ന് അംഗങ്ങളായിട്ടുള്ള 90 വയസ്സു കഴിഞ്ഞവരെ ആദരിച്ചു. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ്, MK തോമസ്, ജോഷി കുട്ടട, KP ബഷീർ, സാജു പട്ടരുമടം, മുംതാസ് ഇബ്രാഹിം, ഷിയാസ് AK, സിജോമോൻ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന കുന്തളംപാറ ഗുരുജ്യോതി കുടുംബയോഗത്തിന്റെയും പ്രാർത്ഥനാ യൂണിറ്റുകളുടെയും സംയുക്ത വാർഷിക പൊതുയോഗം നടന്നു. SNDP യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന കാർഡമംവാലി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം കട്ടപ്പന ശാഖയുടെ ഭാഗമായ കുന്തളംപാറ ഗുരുജ്യോതി കുടുംബയോഗത്തിന്റെയും പ്രാർത്ഥനാ യൂണിറ്റുകളുടെയും സംയുക്ത വാർഷിക പൊതുയോഗം നടന്നത്. ശാഖായോഗം പ്രസിഡന്റ് സചീന്ദ്രൻ പൂവാങ്കൽ അധ്യക്ഷനായിരുന്നു. SNDP യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. SNDP മലനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധു A. സോമൻ മുഖ്യപ്രഭാഷണം നടത്തി. ശാഖായോഗം സെക്രട്ടറി PD ബിനു സംഘടനാ സന്ദേശം നൽകി. റോബിൻ രാജൻ, ലിജി ബിനീഷ്, രമ്യ സന്തോഷ്, സന്ധ്യ സജി, അംബിക ജയൻ തുടങ്ങിയവർ കണക്കും റിപ്പോർട്ടും അവതരിപ്പിച്ചു. തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയവരെയും മുൻ ഭരണസമിതി അംഗങ്ങളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ശാഖായോഗം വൈസ് പ്രസിഡന്റ് AN സാബു സമ്മാനക്കൂപ്പൺ നറുക്കെടുപ്പ് നടത്തി. കുടുംബയോഗം ചെയർമാൻ മഹേഷ് കുമാർ CM, കൺവീനർ റോബിൻ രാജൻ, ലാലു പരുത്തപ്പാറ, ഷീബ വിജയൻ, രേഷ്മ KB തുടങ്ങിയവർ സംസാരിച്ചു. നെടുങ്കണ്ടം പുഷ്പകണ്ഠം 4421 നമ്പർ NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു. യൂണിയൻ പ്രസിഡന്റ് R. മണിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. പുഷ്പകണ്ഠം കരയോഗം മന്ദിരത്തിൽ ചേർന്ന പൊതുയോഗത്തിൽ കരയോഗം പ്രസിഡന്റ് രത്നാകരൻ ഇടവന അധ്യക്ഷനായിരുന്നു. ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R. മണിക്കുട്ടൻ യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ചുറ്റുപാടും പരിശോധിക്കുമ്പോൾ ഇന്നീ സമൂഹത്തിൽ ഏറ്റവും പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് നായർ സമുദായം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ കൂട്ടത്തിൽ ധനാഢ്യരായ ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷെ ബഹുഭൂരിപക്ഷം ആളുകളും സാമ്പത്തികമായും സാമൂഹികമായും ഏറെ പിന്നോക്കാവസ്ഥയിലാണ്. അതുപോലെ തന്നെ സമൂഹത്തിൽ ഏറ്റവും പിന്തള്ളപ്പെട്ടവരെ നമ്മൾ പരിശോധിച്ചാലും അതിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഈ സമുദായത്തിലുള്ളവരാണ്. ആരാണ് ഇതിന് ഉത്തരവാദി? യാതൊരു സംശയവും വേണ്ട, മറ്റു സമുദായങ്ങളുടെ വളർച്ചയ്ക്ക് ആരാണോ ഉത്തരവാദി നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കും. ഓരോ സമുദായങ്ങളും, ഞാൻ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല, നമുക്ക് പരിശോധിച്ചാൽ അറിയാം. നമ്മുടെ സമൂഹത്തിലുള്ള മറ്റോരോ സമുദായങ്ങളും കഴിഞ്ഞ 10-15 വർഷക്കാലത്തിനിടയിൽ വലിയ പുരോഗതിയും വലിയ മാറ്റവും അവർ നേടിയിട്ടുണ്ട് അവരുടെ സംഘടനയിലൂടെ. പക്ഷേ കഴിഞ്ഞ ഒരു 50 വർഷക്കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ നായർ സർവീസ് സൊസൈറ്റി എന്ന് പറഞ്ഞ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് ഈ സമുദായ അംഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിച്ചു എന്ന് പരിശോധിക്കുമ്പോൾ അനുഭവസ്ഥരായ നമുക്ക് പറയാൻ പറ്റും ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കരയോഗം സെക്രട്ടറി G. രഘുനാഥൻ റിപ്പോർട്ടും വരവ് ചിലവ് കണക്കുകളും ബജറ്റും അവതരിപ്പിച്ചു. വനിതാ യൂണിയൻ ഭരണസമിതി അംഗം ലതാ രാജശേഖരൻ, വനിതാ സമാജം പ്രസിഡന്റ് ജയശ്രീ രാധാകൃഷ്ണൻ, കരയോഗം വൈസ് പ്രസിഡന്റ് ഹരിലാൽ, ജോയിന്റ് സെക്രട്ടറി പ്രദീപ് എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അഖില കേരള വിശ്വകർമ്മ മഹാസഭ ഇടുക്കി താലൂക്ക് യൂണിയൻ കഞ്ഞിക്കുഴി ശാഖയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. കഞ്ഞിക്കുഴി വിശ്വകർമ്മ ഹാളിൽ നടന്ന പരിപാടി ഇടുക്കി യൂണിയൻ സെക്രട്ടറി വിനോദ് നെയ്ശ്ശേരി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമുക്കതിൻ്റെ നല്ലൊരു രീതിയിലേക്ക് നമ്മുടെ ശാഖ പ്രവർത്തനം വരും. വ്യക്തിത്വ വികാസം ഉണ്ടാകും. വ്യക്തിത്വ വികാസം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇതുപോലെ 4-5 പേരുടെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് ഒരു മുമ്പിൽ കുറേ ആൾക്കാരിയ്ക്കുമ്പോൾ നമുക്ക് അവരോട് സംസാരിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാകണം. നമ്മൾ പ്രവർത്തനത്തിൽ മാത്രം പോരാ. നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങൾ നിങ്ങളിലേക്ക് തരണമെങ്കിൽ ഏറ്റവും പറഞ്ഞാൽ മാത്രമേ ആശയങ്ങൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഒരു കുറിപ്പെഴുതി തന്നാൽ ആകുക. അപ്പോൾ ആ രീതിയിലേക്കൊക്കെ നമ്മളെല്ലാം വളരണം. KVMS സംസ്ഥാന സമിതി അംഗം മല്ലിക നീലകണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ വൈസ് പ്രസിഡന്റ് ബൈജു AT മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. KVMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജയ രാജു,
മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. യൂണിയൻ ജോയിന്റ് സെക്രട്ടറി മനോജ് സോമൻ പഠനോപകരണ കിറ്റുകളുടെ വിതരണം നിർവഹിച്ചു. വിശ്വകർമ്മ സംസ്ഥാന ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് NR രാജേഷ്, വിഷ്ണു NS, ഭാസ്കരൻ MN, പ്രവീൺ കുമാർ, കുഞ്ഞുഞ്ഞ കാക്കക്കാട്ട എന്നിവർ സംസാരിച്ചു. നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു. വണ്ടിപ്പെരിയാർ പാറമട അക്ഷയ നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായുള്ള പഠനോപകരണ വിതരണം നടന്നു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. യോഗത്തിൽ അക്ഷയ നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് N നവാസ് അധ്യക്ഷനായിരുന്നു. ഈ ഒരു വിജയത്തിന് കാരണം നമ്മൾ ഓരോരുത്തരുടെ ശ്രമമാണ്. അടുത്ത പ്രാവശ്യം ഇതിനേക്കാൾ നല്ല രീതിയിൽ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. നമ്മൾ ചെയ്യണം. ഇനിയുള്ള മറ്റുള്ള നഗരക്കാർക്ക് നമ്മൾ മാതൃകയായി മാറണം. നമ്മുടെ മക്കൾ നല്ല വിദ്യാഭ്യാസം, മുന്നോട്ടുള്ള പഠിത്തം, LKG മുതൽ തുടങ്ങുന്ന വിദ്യാഭ്യാസം നല്ല രീതിയിൽ മുന്നോട്ട് നമ്മൾ നീങ്ങേണ്ടതായിട്ടുണ്ട്. കാരണം ഇനിയുള്ള കാലത്ത് വിദ്യാഭ്യാസം അത്യാവശ്യമാണ്. നല്ല രീതിയിൽ പഠിക്കണം. എന്ത് കാര്യം ഉണ്ടായാലും ശരി, നമ്മൾ പഠിത്തത്തിൽ പുറകോട്ട് പോകരുത്. നല്ല രീതിയിൽ പഠിക്കുകയും നമുക്ക് ലക്ഷ്യം ആദ്യം ഉണ്ടാകണം. നമ്മൾ എന്തെങ്കിലും ഒരാൾ ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം, ഓരോ മേഖലയിലേക്ക് ഓരോ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലക്ഷ്യമുണ്ടാകണം. നമുക്ക് ലക്ഷ്യസ്ഥാനത്തിലേക്ക് പോകണമെങ്കിൽ ആ ലക്ഷ്യമുണ്ടെങ്കിലേ നമുക്ക് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അയ്യപ്പൻകോവിൽ തോണിത്തടി മേഖലയിലെ റോഡിലേക്ക് വളർന്നു നിന്നിരുന്ന കാടുകൾ ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ നേതൃത്വത്തിൽ വെട്ടിത്തെളിച്ചു. കൂടാതെ റോഡിലെ വലിയ ഗർത്തങ്ങൾ മണ്ണിട്ട് നികത്തുകയും ചെയ്തു. തോമസ് നടുവിലേക്കുറ്റ്, കുട്ടിച്ചൻ പള്ളിപ്പറമ്പിൽ, ജെയിംസ് വാതല്ലൂർ എന്നിവർ നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ശക്തമായ മഴയെ തുടർന്ന് നിറഞ്ഞ് കവിഞ്ഞൊഴുകി മുക്കുടിൽ അണക്കെട്ട്. കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമാണ് ഈ അണക്കെട്ട്. നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന അണക്കെട്ട് കാണുവാനും നിരവധി ആളുകൾ എത്തുന്നുണ്ട്. നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു അണക്കെട്ടെന്ന് കേൾക്കുമ്പോൾ കൗതുകവും അതിലേറെ ആശങ്കയും തോന്നാം. എന്നാൽ ആശങ്കയ്ക്ക് തീരെ ഇടമില്ലാത്ത മൺസൂണിന്റെ മനോഹര കാഴ്ചകളിൽ ഒന്ന് മാത്രമാണ് ഇടുക്കി ജില്ലയിലെ രാജാക്കാടിന് സമീപത്തെ മുക്കുടിൽ അണക്കെട്ട്. വർഷകാലത്ത് 1-2 ദിവസം മാത്രം ദൃശ്യമാകുന്ന അനുഭവം. കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമാണ് ഈ അണക്കെട്ട്. പരമാവധി ഉൽപാദനം നടക്കുന്നതിനാൽ മഴയുടെ ശക്തി കുറഞ്ഞാൽ കവിഞ്ഞൊഴുകുന്ന നീരൊഴുക്ക് നിലയ്ക്കും. വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഈ മഴക്കാഴ്ച കാണുവാൻ നിരവധി ആളുകളും എത്തുന്നുണ്ട്. ഈ അണക്കെട്ടിന്റെ പ്രത്യേകത മറ്റൊന്നുമല്ല, കാലവർഷ സമയത്ത് മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഈ ഒരു ഓവർഫ്ലോ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. നിരവധി സഞ്ചാരികൾ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാനും കാണുവാനുമായിട്ട് പല ഇടങ്ങളിൽ നിന്നുമായിട്ട് ഈ സമയത്ത് വരാറുണ്ട്. നമുക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും, ഇത്രയും മനോഹരമായിട്ട് ഒഴുകുന്നതിൻ്റെ ഒരു ദൃശ്യഭംഗി സാധാരണ മറ്റ് ഡാമുകളിൽ അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നതല്ല. പക്ഷേ ഈ ഒരു ഭംഗി ആസ്വദിക്കാനായിട്ട് ഇതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നമ്മുടെ കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയ ചെക്ക് ഡാമാണിത്. കൂടുതലും ഈ ഒരു സമയത്ത് മാത്രമാണ് ഇതിൽ നമുക്ക് ഈ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാനും കാണുവാനും പറ്റത്തുള്ളൂ. പെരിയാറിന്റെ കൈവഴിയായ പന്നിയാർ പുഴയിലാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. പ്രതിവർഷം 79 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കുമളി സ്പൈസ് മോർ ട്രേഡിംഗ് കമ്പനി ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 152. വിൽപ്പനയ്ക്ക് വന്നത് 36,859. വിൽപ്പന നടന്നത് 36,612. കൂടിയ വില 3,232. ശരാശരി വില 2,380.
കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 660 രൂപ, ഏലം കൂടിയ വില 2350, ഏലം ശരാശരി വില 2000. കാപ്പിപ്പരിപ്പ് 430, ഗ്രാമ്പു 780, കൊക്കോ 80, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 8950 രൂപ, വെള്ളി 111. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ലാതല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂളിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളം നേടിയത് അസൂയാവഹവും അഭിമാനകരവുമായ നേട്ടമെന്ന് മന്ത്രി. അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കുന്നുവെന്ന് ആരോപിച്ച് സ്കൂളിൽ രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെയും പ്രതിഷേധം. കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെ വിമർശിച്ച ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു. ഇടുക്കിയിൽ ഭൂരിപക്ഷം MLA-മാരും ഒപ്പം ജില്ലാ പഞ്ചായത്തും ഭരിച്ചിരുന്ന കോൺഗ്രസിന് അത് നഷ്ടപ്പെടാനുള്ള കാരണം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സീറ്റ് വീതം വെച്ചത്. വേണ്ടപ്പെട്ടവർക്കായി സീറ്റ് വീതം വെച്ചത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നും CP മാത്യു. കാലവർഷം നേരത്തെ എത്തിയതോടെ ഇടുക്കിയിലെ അണക്കെട്ടുകളും ജലസമൃദ്ധം. നിലവിൽ ഇടുക്കിയും മുല്ലപ്പെരിയാറും ഉൾപ്പെടെയുള്ള പ്രധാന അണക്കെട്ടുകളിലും ചെറുകിട അണക്കെട്ടുകളിലും ഉള്ളത് മുൻ വർഷത്തിൽ ഇതേ സമയം ഉണ്ടായിരുന്നതിനേക്കാൾ വെള്ളം. അതിതീവ്ര മഴ മാറി മാനം തെളിഞ്ഞെങ്കിലും ഇപ്പോഴും ജലസംഭരണികളിലേക്ക് നീരൊഴുക്ക് തുടരുന്നു. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെ അനധികൃത പാർക്കിങ്ങിന് തടയിടാൻ പോലീസിന് കത്ത് നൽകി നഗരസഭ അധികൃതർ. കത്ത് നൽകിയത് അനധികൃത പാർക്കിംഗ് ഗതാഗത തടസ്സത്തിനും നിരവധി അപകടങ്ങൾക്കും കാരണമാകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.